പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും ബി.ജെ.പിക്കുമെതിരെ ആഞ്ഞടിച്ചിരിക്കുകയാണ് പ്രമുഖ സാമ്പത്തിക ശാസ്ത്രജ്ഞനും കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമന്റെ ഭർത്താവുമായ പരകാല പ്രഭാകർ. ബി.ജെ.പിയുടെ കടുത്ത വിമർശകനായ ഇദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: എല്ലാ സ്വേച്ഛാധിപതികളും കൈവിലങ്ങുകളിലോ ശവപ്പെട്ടികളിലോ ആണ് അവസാനിച്ചിട്ടുള്ളതെന്നും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിക്ക് 220 സീറ്റിന് മുകളിൽ നേടാൻ സാധിക്കില്ലെന്നുമാണ് അദ്ദേഹത്തിന്റെ വാദം. തീർന്നില്ല. ബി.ജെ.പിക്ക് 200-നും 220-നും ഇടയിൽ സീറ്റുകൾ മാത്രമാണ് ലഭിക്കുക. എൻ.ഡി.എ സഖ്യത്തിന് കേവല ഭൂരിപക്ഷം നേടാൻ സാധിക്കില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവന്ന് പിറ്റേന്ന് ജൂൺ 5-ന് തന്നെ ബി.ജെ.പി ഇതര സർക്കാർ ഭരണത്തിലേറുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും അദ്ദേഹം എടുത്തു പറഞ്ഞു. ഉത്തരേന്ത്യയിൽ മാത്രം 80 മുതൽ 95 സീറ്റുകൾ വരെ ബി.ജെ.പിക്ക് നഷ്ടമാകുമെന്നും അദ്ദേഹം പ്രവചിക്കുന്നുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിയും മോദിയും വീണ്ടും അധികാരത്തിലേറിയാൽ ഇന്ത്യയുടെ ഭൂപടം തന്നെ മാറുമെന്ന് നേരത്തെ പ്രഭാകർ മുന്നറിയിപ്പ് നൽകിയിരുന്നു. മോദി വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടാൽ ലഡാക്ക്, മണിപ്പൂർ പോലെയുള്ള ഒരു സാഹചര്യം രാജ്യത്ത് ഉടലെടുക്കുമെന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത്. തൊഴിലില്ലായ്മ, വിലക്കയറ്റം, സാമ്പത്തിക പ്രതിസന്ധി അടക്കമുള്ള വിഷയങ്ങൾ ഇത്തവണ ബി.ജെ.പിക്ക് തിരിച്ചടിയാകും. ഹിന്ദുത്വവും വർഗീയതയും ബി.ജെ.പിക്ക് ക്ഷീണം വരുത്തും. രാമക്ഷേത്രം ബി.ജെ.പി പ്രതീക്ഷിച്ചതുപോലുള്ളൊരു ഫലം അവർക്ക് നൽകിയിട്ടില്ല. ബി.ജെ.പി വളരെ പ്രതീക്ഷ പുലർത്തുന്ന ദക്ഷിണേന്ത്യൻ സംസ്ഥാനമായ തെലങ്കാനയിലടക്കം വലിയ മുന്നേറ്റം അവർക്കുണ്ടാക്കാൻ സാധിക്കില്ല. 4 സീറ്റ് നിലനിർത്താൻ സാധിച്ചേക്കും. പക്ഷേ ആന്ധ്രാപ്രദേശിൽ ഒരു സീറ്റിനുള്ള സാധ്യത മാത്രമേയുള്ളൂ. തമിഴ്നാട്ടിലോ കേരളത്തിലോ ബി.ജെ.പിക്ക് ഒരു സീറ്റ് പോലും നേടാൻ സാധിക്കില്ല. കർണാടകയിൽ വലിയ നഷ്ടം ബി.ജെ.പിക്ക് സംഭവിക്കും. 12-നും 15-നും ഇടയിൽ സീറ്റ് മാത്രമേ അവർക്ക് നേടാൻ സാധിക്കുകയുള്ളൂവെന്നും പരകാല പ്രഭാകർ പ്രവചിക്കുന്നുണ്ട്. ഇതാദ്യമായല്ല മോദിയെയും ബി.ജെ.പിയെയും കുറ്റപ്പെടുത്തി അദ്ദേഹം എത്തുന്നത്. ബി.ജെ.പി നയിക്കുന്ന കേന്ദ്ര സർക്കാരിനെയും ബി.ജെ.പിയുടെ വോട്ട് അഭ്യർത്ഥന രീതിയെയും രൂക്ഷമായി വിമർശിച്ചും പരിഹസിച്ചും മുൻപ് പ്രഭാകർ എത്തിയിരുന്നു. പുതിയ ഇന്ത്യയിൽ ജനാധിപത്യം, മതേതരത്വം, ബഹുസ്വരത എന്നീ മൂല്യങ്ങൾ അപകടത്തിലാണെന്നും നീതി ആയോഗ് ദേശീയ പാഴ്വസ്തു എന്നും ദാരിദ്ര്യം, തൊഴിലില്ലായ്മ, വിലക്കയറ്റം എന്നീ പ്രശ്നങ്ങളെ അവഗണിക്കുന്ന കേന്ദ്ര സർക്കാർ ക്ഷേത്രം നിർമ്മിച്ച് വോട്ട് തേടുന്ന പ്രക്രിയയാണ് നടത്തുന്നതെന്നും അദ്ദേഹം ബി.ജെ.പിക്കെതിരെ തുറന്നടിച്ചിരുന്നു. അതേസമയം ഗുജറാത്ത് അല്ല, കേരളമാണ് വികസന മാതൃകയെന്നും ഒരിക്കൽ അദ്ദേഹം ചൂണ്ടിക്കാട്ടുകയുണ്ടായി. ടീം ഇന്ത്യ എന്നാൽ ഇപ്പോൾ പ്രധാനമന്ത്രി മാത്രമാണ്. വികസനമല്ല, വർഗീയതയും വിഭാഗീയതയുമാണ് ഇപ്പോഴത്തെ മുദ്രാവാക്യങ്ങൾ. പാർലമെന്റിൽ ഒരു മുസ്ലിം പ്രതിനിധി പോലും ഇല്ലാത്തതിൽ ആശങ്കയില്ലാത്ത ബി.ജെ.പിക്ക് എങ്ങനെയാണ് നീതിയെക്കുറിച്ച് സംസാരിക്കാനാവുകയെന്ന് അദ്ദേഹം ഒരിക്കൽ ചോദിച്ചിരുന്നു. മതസൗഹാർദ്ദവും സമാധാനവും ഇല്ലാത്ത ഒരിടത്തും വികസനം സുസ്ഥിരമാവില്ല. ഇവിടെയും കേരളത്തിന്റെ റെക്കോർഡ് എത്രയോ ഗംഭീരമാണ്. സമൂഹത്തെ വിഭജിച്ചല്ല, ഒന്നിച്ചു നിർത്തിയാണ് മുന്നോട്ടു പോകേണ്ടത്. സംവാദങ്ങളും ചർച്ചകളും പോലെ ജനാധിപത്യത്തെ വളർത്തുന്ന മറ്റൊന്നില്ല. ഇതിലെല്ലാം തന്നെ ഗുജറാത്ത് ഒരു മാതൃകയെയല്ല. വികസനത്തിന്റെ മാതൃക കേരളമാണോ ഗുജറാത്താണോ എന്ന് ചോദിച്ചാൽ കേരളം എന്ന് പറയാൻ എനിക്കൊരു മടിയുമില്ലെന്നും പ്രഭാകർ ഒരിക്കൽ പറഞ്ഞിരുന്നു. മോദിക്കെതിരെ വിമർശിക്കാൻ കിട്ടുന്ന ഒരവസരവും പാഴാക്കാത്ത വ്യക്തിയാണ് ബി.ജെ.പിയുടെ വലം കൈയായ നിർമ്മല സീതാരാമന്റെ പങ്കാളി എന്നതും ശ്രദ്ധേയമാവുകയാണ്.